ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജീവിതം സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. ഐ എം വീന മെനൻ, ലൈഫ് ആൻഡ് മൈൻഡ് സെറ്റ് കോച്ച്. ഇന്നത്തെ വീഡിയോ സോഷ്യൽ ആൻസൈറ്റിയെ കുറിച്ചാണ്. ഇത് കമൻസിൽ ഒരു സബ്സ്ക്രൈബർ മെൻഷൻ ചെയ്തതിനെ തുടർന്നാണ് ഞാൻ ഈ ടോപ്പിക്ക് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട്, അത് കൂടുതൽ സജഷൻസ് തരുന്നുണ്ട്. വളരെ നല്ല കാര്യം. ഇനിയും സജഷൻസ് തന്നുകൊണ്ടിരിക്കുക. സോ ദാറ്റ് ഞാനും മോട്ടിവേറ്റ് ആയിരിക്കും നല്ല നല്ല കോണ്ടന്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. സോ താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ കമ്മിങ് ടു സോഷ്യൽ ആൻസൈറ്റി, ചിലവർക്ക് വലിയൊരു ക്രൗഡ് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ലേബൽ ചെയ്യുന്നതിന് പകരം അത് ഒരു ഫീലിംഗ് ആണെന്ന് ആദ്യം മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഐ ഫീൽ ആങ്ഷ്യസ്, അല്ലാതെ ഐ ഹാവ് സോഷ്യൽ ആൻസൈറ്റി, ഇനി അതിനെ എങ്ങനെ ഞാൻ കോമ്പാറ്റ് ചെയ്യുന്നുള്ള ടെൻഷൻ എടുത്ത് ആലോചിക്കാതെ, ചില സാഹചര്യങ്ങളിൽ വലിയൊരു ക്രൗഡ്, ചിലപ്പോൾ ഒരു മീറ്റിംഗ് ആയിരിക്കാം, ഒരു പ്രൊഫഷണൽ മീറ്റിംഗ് സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പ്രസൻറ്റേഷൻ കൊടുക്കാൻ ഭയങ്കര ആൻസൈറ്റി. ഓക്കെ, അപ്പോൾ അത് പ്രൊഫഷണൽ ലെവലിലാവാം, പേഴ്സണൽ ലെവലിലാവാം. പേഴ്സണൽ ഗ്യാതറിങ്സിൽ ഒരു ബർത്ത്ഡേ പാർട്ടി പോകുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു, അതിൽ നിങ്ങൾക്ക് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയുന്നില്ല, 2-3 പേരെടുത്ത് മാത്രം സംസാരിക്കുന്നു. അങ്ങനത്തെ പല സിറ്റുവേഷൻസ് ചിലവർക്ക് ഭയങ്കര വ്യാകുലത, ആങ്സൈറ്റി ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ കോമ്പാറ്റ് ചെയ്യണം? ആദ്യം ഇത് വരുന്നത് കാരണം യു ഫിയർ ജഡ്ജ്മെന്റ്. ആൾക്കാരെന്തു പറയും? ഓക്കെ, ആൾക്കാർ എന്നെ കളിയാക്കുമോ? ആൾക്കാരെന്നെ കുറിച്ച് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറയുമോ? ഇത് നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തതും ആയിരിക്കാം. ഓക്കെ, വല്ല ഫംഗ്ഷനിൽ പോയി ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് മോശമായി, അല്ലെങ്കിൽ ലൈറ്റായിട്ട് വല്ല കളിയാക്കലായിരിക്കാം, അത് നിങ്ങൾക്ക് ഭയങ്കര ഹേർട്ടായിട്ടുണ്ടാവാം. അപ്പം അതിനെ ആലോചിച്ച് നിങ്ങൾ വേറെ എല്ലാ ഫംഗ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അതൊരു ആൻസൈറ്റി ഉണ്ടാക്കുന്നു. ഓക്കെ, ഇറ്റ് റിലേറ്റഡ് ടു ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ വല്ല ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും കളിയാക്കി, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തി, നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു, അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു വൂണ്ടായിട്ട് അവിടെ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വലുതായിട്ടും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ആ ഒരു ട്രിഗർ സംഭവിക്കും. ഇതൊക്കെയാണ് കോമൺ കോസസ് ഓഫ് സോഷ്യൽ ആൻസൈറ്റി. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ്. ഓക്കെ, വേറെ ആൾക്കാരായിട്ട് ഒരുപാട് കമ്പയർ ചെയ്യണ്ട. ചിലവർ ഭയങ്കരമായിട്ട് എല്ലാവരും മിങ്കിൾ ചെയ്യുന്നു, സോഷ്യലൈസ് ചെയ്യുന്നു, എനിക്കതിന് പറ്റുന്നില്ലല്ലോ, അതും ഒരു കാരണമാകും. അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ വരുമ്പോൾ നിങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി പോകും. എല്ലാവർക്കും അവരുടെ കംഫർട്ട് സോൺ ഉണ്ട്, എല്ലാവർക്കും അവരുടെ പേഴ്സണാലിറ്റി ഉണ്ട്. ഓക്കെ, ചിലവർക്ക് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റും, മിങ്കിൾ ചെയ്യാൻ പറ്റും. ചിലവർ കുറച്ച് ക്ലോസ് സർക്കിൾ ആയിട്ടായിരിക്കും. ഇപ്പം ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഞാനും കുറച്ചൊരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്, ഞാനൊരു ചെറിയ സർക്കിളാണ് മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷെ ആ റിലേഷൻസ് ഭയങ്കര ഡീപ്പാണ്. ഓക്കെ, അപ്പോൾ കുറേ പേര് അങ്ങനെ ആയിരിക്കാം, കുറച്ച് ഫ്രണ്ട് സർക്കിളേ ഉണ്ടാവുള്ളൂ, പക്ഷെ ആ റിലേഷൻസ് ഭയങ്കര മീനിങ് ഫുൾ, ഭയങ്കര ഡീപ്പായിട്ടുള്ള റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഒരേപോലെ പഴകാൻ പറ്റുന്നില്ല, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ വേണ്ട. പിന്നെ നിങ്ങൾ മറ്റുള്ളവർ ജഡ്ജ്മെന്റിനെ ഭയക്കുന്നവരാണെങ്കിൽ അതും മാറ്റുക. അതിനാണ് പോസിറ്റീവ് സെൽഫ് ടോക്കിന്റെ വീഡിയോ ഞാൻ ആദ്യമേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളെക്കുറിച്ച് ചെറുതായി പറയാതെ, ഓക്കെ, ഭയങ്കര കോൺഫിഡൻറ്റ് ആയിട്ട് ബൂസ്റ്റിംഗ് വേർഡ്സ്, പോസിറ്റീവ് സെൽഫ് ടോക്ക് വളരെ പവർഫുൾ ടെക്നിക്കാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഏതൊരു നെഗറ്റീവ് സാഹചര്യത്തിൽ നിന്നും പുറത്തു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓക്കെ, എനിക്ക് എല്ലാവരുമായിട്ട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ മനസ്സ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ എന്താണ് സ്റ്റോറി പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പോയാൽ എന്തെങ്കിലും അബദ്ധങ്ങൾ ഞാൻ ചെയ്യുമോ, ആരെങ്കിലും എന്നെ കളിയാക്കുമോ എന്ന് നമ്മളിങ്ങനെ വ്യാകുലതയോടെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അങ്ങനത്തെ സാഹചര്യങ്ങളിലായിരിക്കും നമ്മൾ ചെന്ന് വീഴുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ റിലാക്സ് ചെയ്യുക, ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. മെഡിറ്റേഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്കാണ്. അപ്പോൾ ഡീപ്പ് ബ്രീത്ത്, ഏതെങ്കിലും ഒരു ഓവർവെൽമിങ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആങ്ഷ്യസ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ആവുക. ആദ്യം എങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുക്കുക, നമ്മുടെ ചുറ്റുമുള്ള നേച്ചറായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. ചുറ്റും ആകാശം, ഇപ്പോൾ ഭയങ്കര സിറ്റി, ഞാൻ ഒരു പാർക്കിൽ പോയിരിക്കണം എന്നൊന്നും പറയുന്നില്ല. ഓക്കെ, കുറച്ച് നേരം ആകാശം നോക്കുക, അല്ലെങ്കിൽ ജലം കൊണ്ട്
ഒന്ന് ക്ലെൻസ് ചെയ്യുക. ഇതെല്ലാം നമ്മളെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്ന എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഒന്ന് ഡീപ് ബ്രെത്ത് എടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് കാമായിട്ട് നിങ്ങളോട് സംസാരിക്കുക. ഓക്കെ, എനിക്ക് അറിയുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ, അവരെന്നെ ഹെൽപ്പ് ചെയ്യും, എന്നെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് അവരുടെ സുഖമായി സംസാരിക്കാൻ പറ്റും, എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സാധാരണ കോൺവെർസേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നിങ്ങളൊരു ഇവൻറ്റിൽ ക്ഷണിക്കപ്പെടുകയാണെങ്കിൽ അവിടെ കുറച്ച് പേരെങ്കിലും നിങ്ങളെ അറിയാത്തവരുണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവരോടും പോയി ഇടപഴകണം എന്നില്ല. ഓക്കെ, അപ്പോൾ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് ആൾക്കാരോട് സംസാരിക്കാൻ നോക്കുക. ഇതൊക്കെയാണ് ചെറിയ ആക്ഷൻ സ്റ്റെപ്സ് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പതുക്കെ പതുക്കെ പുറത്തു വരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ കുറച്ച് ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നോക്കുക. അതായത് എന്ത് ടോപ്പിക്ക് സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് ഇനി പ്രശ്നമുണ്ടെങ്കിൽ സാധാരണ സ്മോൾ ടോക്ക് എന്ന് പറയും. ഐ മീൻ കുശലാന്വേഷണം അല്ല, എന്ത് ചെയ്യുന്നു, ജോലിയെക്കുറിച്ചാവാം, ഫാമിലിയെക്കുറിച്ചാവാം, അങ്ങനെ ചെറിയ ചെറിയ സിമ്പിൾ ടോപ്പിക്സ്. വേണമെങ്കിൽ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് സംസാരിക്കാം, എന്താണ് ഇവന്റ് അതിനെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ ചെറിയ കോൺവെർസേഷൻസ് ബിൽഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ അവരുടെ ഫ്രണ്ട്സും ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് അറിയണവരും അവരും വന്നിട്ട് ഹായ് ഹലോ ഒക്കെ പറഞ്ഞ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യായിരിക്കും. അപ്പം നിങ്ങളും നന്നായി വെൽക്കം, ഒരു സ്മൈല് വെച്ച് നമ്മൾ, അതൊരു സയന്റിഫിക്കലി പ്രൂവൺ സംഭവമാണ്. നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി റിലാക്സ് ആവും, അപ്പോൾ ആങ്സൈറ്റി കുറയും. ഓക്കെ, അപ്പോൾ നല്ലോണം സ്മൈൽ ചെയ്യുക, ആങ്സൈറ്റി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വേർത്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് സ്മൈൽ ചെയ്യാമെന്നൊന്നും നിങ്ങൾ ആലോചിക്കരുത്. ഇതൊക്കെ കോൺഷ്യസ് എഫേർട്സ് നമ്മൾ ഇട്ടേ മതിയാവൂ. അത് നമ്മുടെ മൈൻഡിനെയും ബോഡിയെയും ട്രെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സ്മോൾ സ്റ്റെപ്സ് എടുത്ത് സോഷ്യൽ ആങ്സൈറ്റി ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് സെൽഫ് ടോക്ക്, അതുപോലെ തന്നെ സ്മോൾ സർക്കിൾസിൽ പോയി ഇൻറ്ററാക്ട് ചെയ്യാൻ നിങ്ങൾ നോക്കുക. വേറൊന്ന്, നിങ്ങൾ ഡോണ്ട് ബി ടു ഹാർഷ് ഓൺ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ കൂടുതൽ അയ്യോ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇങ്ങനെ ഭയങ്കര ആങ്ഷ്യസ് ഫീലിംഗ് ആണ്, അയ്യോ എന്ന് പറഞ്ഞ് നിങ്ങളെ തരം താഴ്ത്താതെ യു ഫീൽ എ ലിറ്റിൽ മോർ കോൺഫിഡൻറ്റ്. കുറച്ചും കൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നോക്കുക. കാരണം കുറേ പോസിറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു മീറ്റിംഗിൽ പ്രസൻറ്റ് ചെയ്യാണ്, അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കുറേ പേര് നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ അതിന് ആൻസറബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അവർ കളിയാക്കും എന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ, ഓക്കെ കുറേ പേരുണ്ടാവും, അതുകൊണ്ട് ഐ ഹാവ് ടു ഗോ വെൽ പ്രിപ്പയർഡ്, എനിക്ക് നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഈ മീറ്റിംഗ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് നിങ്ങൾ അതിൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ യു ആർ പുട്ടിങ് മോർ എഫേർട്ട്, നല്ലോണം എഫേർട്ട് ഇട്ട് അത് പ്രസൻറ്റേഷൻ ചെയ്യുന്നു. അതിന് നിങ്ങൾക്ക് എന്തായാലും പ്രോത്സാഹനം അല്ലെങ്കിൽ അപ്രീസിയേഷൻ എന്തായാലും കിട്ടും, അല്ലേ? എല്ലാവരും നിങ്ങളെ അതിന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ 20 പേരുണ്ടെങ്കിൽ അതിൽ 2 പേര് ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിരിക്കാം, പക്ഷെ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ അവർ നല്ലവർ തന്നെയാണ്. ഓക്കെ, അവർ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും. അപ്പം അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി റിലാക്സ്ഡ് ആവും. കാരണം എപ്പോഴും എല്ലാം നെഗറ്റീവ് അല്ല, എല്ലാം തെറ്റല്ല, എല്ലാ ആൾക്കാരും എന്താ പറയുക കളിയാക്കുന്നവരല്ല, അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കാനും നിങ്ങളുടെ കോൺഫിഡൻസ് ഡൗൺ ആക്കാനും ഇരിക്കുന്ന എത്രയോ നല്ല ആൾക്കാരുണ്ട്, അല്ലേ, നമ്മൾ ഇടപഴകുന്നതിൽ. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. 1-2 പേര് എന്തോ പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ജനറലൈസ് ചെയ്യരുത്. എല്ലാവരും ഞാൻ ആ മീറ്റിങ്ങിൽ പോയാൽ എല്ലാവരും കളിയാക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ എല്ലാവരും ഞാൻ എന്താ പറയുന്നത് എന്ന് അതിൽ തെറ്റ് കണ്ടുപിടിക്കാനിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ചിന്താഗതി മാറ്റുക. അപ്പോൾ നിങ്ങൾ നല്ലോണം പ്രിപ്പയർഡായി പ്രാക്ടീസ് ചെയ്ത് കോൺഫിഡൻ്റ്ലി ആ മീറ്റിംഗ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നും, അല്ലേ? നിങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നും. അപ്പോൾ ആ ക്വാളിറ്റീസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കുറച്ച് പേര് എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ പോസിറ്റീവായി കണ്ട് മോർ പ്രിപ്പയർഡ്നെസ് ആയി കണ്ട് ചെയ്യുക. ക്രിട്ടിസൈസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ദീസ് ആർ സം ട്രിഗേഴ്സ്, നമുക്ക് എങ്ങനെ പ്രോഗ്രസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പാത്ത് വേ ആണ്. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് എപ്പോഴും കൂടെ വയ്ക്കുക. ഐ മീൻ അവരോട് കാര്യങ്ങൾ തുറന്ന് ഷെയർ ചെയ്യുക. ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം. ഓക്കെ, അപ്പം നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു വിചാരം ഒരിക്കലും അരുത്. ഒരു സപ്പോർട്ടീവ് ഗ്രൂപ്പ് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവണം, നേർച്ചറിങ് ഗ്രൂപ്പ്.
അപ്പോൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ അവർ അവരുടെ സപ്പോർട്ട് എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മൾ ഹെൽപ്പ് ചോദിക്കാൻ ഹെസിറ്റേറ്റ് ചെയ്യരുത്. നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു ഫീലിംഗ് വരരുത്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോൾ അവരും കുറച്ച് സജഷൻസ് തരും. സെൽഫ് കോൺഫിഡൻസ് നമ്മൾ തനിയെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. അത് പ്രാക്ടീസിൽ കൂടെ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറേ ഗ്രൂപ്പ്സിൽ, ചെറിയ ഗ്രൂപ്പ്സിൽ പോയി ഇൻറ്ററാക്ട് ചെയ്യാൻ നോക്കുക, പോയി സംസാരിച്ച് നോക്കുക. ചെറിയ ഫങ്ഷൻസിലാണെങ്കിൽ ഒരു 4-5 പേരുടെ ഒരു ഗ്യാതറിംഗ് ആണ്, ഒരു ഫ്രണ്ട്സ് ഗെറ്റ് ടുഗെദർ വെച്ചു, അവിടെ പോവുക, കുറച്ച് സംസാരിച്ച് തുടങ്ങുക. കുറേ നേരം ഇരുന്ന് സംസാരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ കോൺവെർസേഷൻ. ഓക്കെ, ഒബ്സർവ് ചെയ്യുക മറ്റുള്ളവരെങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് കിട്ടും. കാരണം നമുക്ക് സൊസൈറ്റിയിൽ പോയി പുറത്ത് ഇൻറ്ററാക്ട് ചെയ്തേ മതിയാവുള്ളൂ. ആർക്കും അടച്ചുപൂട്ടി ഇരിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ഇതൊക്കെ ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇനിയും വല്ല വീഡിയോസ് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. സോ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ പ്ലീസ് ടേക്ക് കെയർ. എല്ലാവർക്കും ബൈ.